ഗായ്സ് ഇവിടെ റോഡ് മൊത്തം സീനാണ് ഗായ്സ്. ഹൈലൈറ്റ്സ് ഒക്കെ പോകാനായിട്ട് കൊതിയാവണം. അവനൊന്നും യാതൊരു വിഷയമല്ലേ. നമ്മള് ശരിക്കും ജപ്പാനിലെ ചൈനയിലൊക്കെ ഒരു സ്ട്രീറ്റിൽ കൂടെ നടക്കണ ഫീൽ. ഇതാണ് ഗൈസ് ഇവിടുത്തെ വീടിന്റെ ഒക്കെ ഒരു ശൈലി. ഇത് വേവിച്ചിട്ടില്ല. എന്റെ പൊന്നോ, എന്നെ ശീലാണ്. ഭയങ്കര ഹൈറ്റില ഗൈസ് നമ്മൾ നിൽക്കുന്നത്. ഈ സാധനം വെച്ച് ഇത് കഴിക്കാൻ പറ്റും നോക്കട്ടെ ഗൈസ്. സോ ഗൈസ് ഞങ്ങളപ്പോ ഇവിടുന്ന് ഇറങ്ങുവാണ് കാഠ്മണ്ഡുവിലേക്ക്. ഇവിടുന്ന് ഒരു 280 കിലോമീറ്ററോളം ഉണ്ട്. റോഡ് അത്ര നല്ലതല്ല, എന്തായാലും നല്ല ടൈം എടുക്കുമെന്നാണ് അവിടെ വരുന്നത്. വൈകുന്നേരം എന്തായാലും. സോ ഞങ്ങളൊരു 4 നിലയുടെ പൊക്കത്തുള്ള ഒരു റൂം ഇപ്രാവശ്യം എടുത്ത്. ഇത്രയും സ്റ്റെപ്പിന് ഈ ബാഗും പിടിച്ച് ഞാൻ ഇറങ്ങണം. ഇവിടെ ലിഫ്റ്റില്ല ഗൈസ്. പോലെ കാഠ്മണ്ഡു. സോ ഗൈസ് നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചോണ്ടിരിക്കുക. ഇതിന്റെ മുകളിലാണ് നമ്മൾ ഇന്നലെ കിടന്നത് കേട്ടോ. ഇന്നലെ രാത്രി ഒന്ന് തപ്പിയതായി. ഇന്നലെ രാത്രി 9 മണിക്കൊന്നും ഇവിടെ ഒരു മനുഷ്യനിലായിരുന്നു. ഇപ്പം ഇഷ്ടംപോലെ ആളുകളായി. നാട്ടുമ്പുറത്തോടെ കാണുന്ന കാഴ്ചകളൊക്കെയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ നേപ്പാളിലെ നാട്ടുമ്പുറത്തെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ സൈഡൊക്കെ നോക്കിയിരിക്കുക. നല്ല രസമായിട്ട് ഇവിടുത്തെ നാട്ടിലെ വീടുകളും അവിടുത്തെ ആളുകൾ രാവിലെ ഓരോ പരിപാടികൾക്ക് പോകണേയും നല്ല രസമുള്ള റൂട്ടാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒക്കെ സെയിം അതേ പ്രകൃതി ഒക്കെയാണ്. ഒരു നമ്മൾ വാഗോണ്ടൊക്കെ പോകില്ലേ, അപ്പോഴൊക്കെ കാണുന്ന ഒരു സ്റ്റൈല് അത് തന്നെ സെയിം. വലിയ വ്യത്യാസമൊന്നുമില്ല. ചെറിയ മണ്ണിൻ്റെയൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ അതുപോലെ തന്നെ നമ്മുടെ വാഗോണ്ടൊക്കെ കാണുന്ന ആ ഒരു സെറ്റപ്പൊക്കെ തന്നെ. നല്ല റോഡാട്ടോ ഈ ഏരിയയിലെ. ബാക്കിയും കൂടെ എങ്ങനെയാണെന്ന് അറിയില്ല. നെറ്റ് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് സ്പീക്കറിലെ പാട്ട് വെക്കണേ. ഒരു കൂട്ടുകാരൻ്റെ സ്പീക്കർ കൊച്ചിക്കൊണ്ടുവന്ന് അതിനകത്ത് പാട്ട് വെക്കണേ കാര്യം. പാട്ട് വെക്കാൻ പറ്റില്ല ദാരിദ്ര്യം. ഇവിടെ നെറ്റ് ഭയങ്കര എക്സ്പെൻസീവാ. ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് 400 രൂപയ്ക്ക് ചാർജ് ചെയ്തു. സിം എടുത്തപ്പോൾ തന്നെ 400 രൂപയ്ക്ക് ചാർജ് ചെയ്തത്. എത്രയായിരുന്നു? 400 ചാർജ് ചെയ്തതിന് 8 GB 28 ദിവസത്തേക്കാണ് കിട്ടണത്. അത് ഞങ്ങൾ ഒറ്റ ദിവസമല്ല, ഉച്ച കഴിഞ്ഞോട്ട് രാത്രി വരെ ഉപയോഗിച്ച് 4 പേരും തീർത്തു 8 GB. അതിൻ്റെ പിറ്റേന്ന് രാവിലെ ഇറങ്ങി 200 ചാർജ് ചെയ്തിരുന്നു. 200 7 ദിവസത്തേക്ക് 10 GB അങ്ങനെയാണ് തന്നേക്കണേ. അതാണ് ഇവിടുത്തെ ഓഫറുകൾ. ഭയങ്കര ചിലവാ. അതായത് നമ്മുടെ അവിടെ അടി അൺലിമിറ്റഡ് ഒന്നും കിട്ടില്ല. ഇന്ത്യക്ക് നെറ്റ് ഭയങ്കര ചീപ്പായിട്ടാട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നുകൊണ്ടിരിക്കണം. അത് ഭയങ്കര സൗകര്യപ്രദമായ ഒരു കാര്യം. നമുക്കിവിടെ വന്ന് ചുമ്മാ റീല് യൂട്യൂബൊക്കെ കണ്ടുകൊണ്ടിരുന്ന സീനാ. ഏതെങ്കിലും റൂം എടുത്ത് അവിടുത്തെ വൈഫൈ മാക്സിമം യൂസ് ചെയ്യണം. വണ്ടിയിൽ പോകുമ്പോൾ പാടുവിടും. എല്ലാ ഫോണിലും നെറ്റില്ലാത്തതുകൊണ്ട് ഒരു ഫോൺ എന്തായാലും GPS കണക്ട് ചെയ്തിരുന്നല്ലോ. അത് കാരണം ഒരു ഫോൺ അതിനകത്ത് കണക്ട് ചെയ്തിട്ടേക്കും. അപ്പോൾ അതിനകത്ത് വീണ്ടും വൈഫൈ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ആ വൈഫൈ കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ പാട്ട് ചെയ്യണ ഇങ്ങനെ. ഇതാണ് ഗൈസ് ഇവിടുത്തെ വീടിൻ്റെ ഒക്കെ ഒരു ശൈലി. ഇങ്ങനെ കുഞ്ഞു ഓരോ വീടുകൾ എല്ലാം തന്നെ ഈ ഷീറ്റോ ഓടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. നല്ല ശേലമായി. ഇത് ദൂരെയൊക്കെ ഉണ്ട് ഗൈസ്. ദൂരെ കെട്ടം ഇതൊക്കെ കാണാണ്ട്. അതൊക്കെ ഇങ്ങനത്തെ വീടുകളാണ്. ഓരോരോ മലയുടെ ഇടയ്ക്കോടെ ഇങ്ങനെ വീടുകൾ കുറേ കാണാം. നല്ല രസമാട്ടോ ഇവിടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സൈഡിലൊക്കെ നമുക്ക് നമ്മുടെ വാഗോണ്ടൊക്കെ പോകില്ല അന്നേരം കാണുന്ന മാതിരിയുള്ള ഒരു മലനിരകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു സൈഡിൽ ഇങ്ങനത്തെ വീടുകൾ ചെറിയ പണ്ടൊക്കെ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്ന വീടുകളൊക്കെ അതല്ല, ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ നല്ല രസമാണ്. ഭയങ്കര പക്ക ഗ്രാമീണ കാഴ്ചകൾ ഇതൊക്കെ. ഫുൾ അവിടെയൊക്കെ പാടങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് ഓരോ പാലങ്ങൾ, ഇങ്ങനത്തെ നമ്മുടെ ഹിമാലയം സൈഡിലേക്കുള്ള അരുവികളൊക്കെ ഇല്ല. എൻ്റെ സൈഡിൽ കിടക്കുന്ന അരുവിയുള്ള കല്ലുകളൊക്കെയാണ് കൂടുതൽ കിടക്കണതൊക്കെ ഇവിടെ. ഇതൊക്കെ ഉണ്ടോ അതേ അതുപോലത്തെ വീടുകൾ. നല്ല ഷേലായിട്ട് ഈ വീട് കാണാൻ ഭയങ്കര രസമുണ്ട്. ഇത് കണ്ടോ അടുത്ത വീട്. ഇതൊക്കെ ചെറിയ ഡിസ്റ്റൻസിൽ നല്ല ഒരുപാട് വീടുകളുണ്ട്. ഇങ്ങനത്തെ ഫാമുകൾ, വീടുകൾ, അങ്ങനെ. ഞങ്ങളങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി ഒരു ഷെഡൊക്കെ വെച്ചിട്ടൊരു കട സെറ്റപ്പ് ഉണ്ട്. അവിടെ പോയി കഴിക്കാം നോർത്തിറങ്ങണം. എന്താ ഉള്ളത് നോക്കട്ടെ കേട്ടോ. നല്ല സൂപ്പർ റോഡാട്ടോ. ഇതതിൻ്റെ പുറകിൽ ഇരിക്കാനുള്ള സെറ്റപ്പാ. ഇത് ഒടിഞ്ഞാടുമെന്ന് പറഞ്ഞല്ലോ കണ്ടിട്ട്. ചിലപ്പോൾ ഒടിയിലായിരിക്കടാ. ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും. പറയാൻ പറ്റില്ല, നോക്കട്ടെ. ഒടിയു ഗൈസ്. ഇതിനകത്ത് എനിക്കൊരു കോൺഫിഡൻസില്ലാത്തോണ്ട് നേരെ ഇവിടെ വന്നിരിക്കണേ ഗൈസ്. ഇത് ഇച്ചിരി ഉറപ്പുള്ളതാന്ന് കണ്ടിട്ട് ഞങ്ങൾ ചായ ഉണ്ട് എല്ലാവർക്കും. ഇവിടെ ഒരു കൊച്ച് ഒടുക്കത്തെ അരിപ്പാണ് ഗൈസ്.
ഗ്യാസിലേക്കായിരുന്നു കുറച്ചേരം, ഇപ്പൊ ഇവിടെയായി. അങ്ങനെ നമ്മുടെ നേപ്പാളി ചായ കുടിച്ചുകൊണ്ട് നമ്മൾ റോഡ് സൈഡിൽ ഇരുന്ന് പാട്ടൊക്കെ കേട്ട്. ചായ എങ്ങനെയാ ചായ ചായ. നമ്മള് ഇവിടെ കണ്ടു, കാഠ്മണ്ഡു പോണ വഴിക്ക് ഇവിടെ ഒരു തൂക്കുപാലം കണ്ടു, അകലെ നിന്ന് കണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ജസ്റ്റ് കാണാൻ പോവാം. ഇവിടെ ഒരു ഗ്രാമത്തിന്റെ ഇടയ്ക്കോടെയാണ് ഗൈസ് പോകുന്നത്. ഇത് കുറെ ഗ്രാമീണ സ്ത്രീകളൊക്കെ പുറകിലുണ്ട്. ഗ്രാമീൺ സ്ത്രീ ഇത് ഇവിടുത്തെ എന്നെ നൈസല്ലേ ഇവിടുത്തെ ഒരു മറ്റേ ഇതില്ലേ കിടാവിനും പശുവിനൊക്കെ കിടക്കാനുള്ള സ്ഥലം. ഇത് താറാവ്. എടാ മറ്റേ പണ്ടത്തെ മാതിരിയുള്ള മതിലൊക്കെ എടാ, ഇതിന് കയ്യാലെന്നല്ല പറയണേ, കയ്യാലകളാണ് ഗൈസ് ഇവിടെ ഫുള്ള്. സിമെന്റ് മതിലുകളൊക്കെ വെരി റെയർലി ആണ് കാണുള്ളൂ. അതെ, വിദൂരമാണ് ഗൈസ്. ഓ കലക്കിയില്ലേ, നല്ല രസം. ഇത് കുറെ പിള്ളേരൊക്കെ ഉണ്ട്, ഞങ്ങളുടെ ഒപ്പം കുറെ കുട്ടികളൊക്കെ ഉണ്ട് ഗൈസ്. ഏതോ കുട്ടികൾ. ഇവിടെ പോണേക്ക് ഒരു ഫാമിലി ഓട്ടോറിക്ഷയിലൊന്ന് പാലത്തിലേക്ക് ഇറങ്ങിയെടുക്കുക. ചാണ ഈ പിള്ളേരും എല്ലാവരും ഒക്കെ ആയിട്ട് പാലത്തിലേക്ക് പോകണേ നോട്ടു, അക്കരയ്ക്ക് പോകാൻ. ശരിയല്ല, ഇതേ കാണുന്നതാണ് ഗൈസ് തൂക്കുപാലം. ഇങ്ങനെ വലിച്ചു കെട്ടിയാണ് ഈ ഫുട്ടിങ് പോലെ ഉണ്ടാക്കിയിട്ടാണ് സംഭവത്തിലേക്കാണ് വലിച്ചു കെട്ടിയേക്കണത്. ഇതിന്റെ റോപ്പ്, ഇത് റോപ്പ് വലിച്ചു കെട്ടിയിട്ടാണ് അത്. ഗൈസ് നമ്മൾ വീണ്ടും മൂഞ്ചിരിക്കുകയാണ്. ഈ പാലത്തിന്റെ അടിയിൽ ഇവിടെ കയറുന്ന ഭാഗമില്ല, അവിടെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഇവിടെ മറ്റേ വെള്ളാരങ്കല്ല് വെച്ചാൽ തോന്നുന്നു, കരിങ്കല്ല് ഇട്ടിട്ടാ. നല്ല ഷേലാണ്, കെട്ടിക്കാൻ ഭയങ്കര രസമായിരിക്കും. ഇതെങ്ങനെ ഇരിക്കും കെട്ടിക്കുമ്പോൾ. നമ്മുടെ അവിടെയൊക്കെയുള്ള തൂക്കുപാലം ചെറുതായിട്ട് താഴോട്ടായിരിക്കില്ലേ, ഒരു വളവ് തന്നെ. വളവ് അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിരിക്കും, ഇങ്ങനെ റൗണ്ടിൽ പോകൂല. ആ അതല്ലേ. ഇവിടെ പാലം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോലെ പൊക്കത്തേക്ക് ഇങ്ങനെ പോയേക്കണേ. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ട് ചൈനയുടെ ഒരുപാട് കാറുകൾ നമ്മൾ പോണ വഴി കാണാൻ പറ്റും. ഇത് അതുപോലെ ഒരു കാറാണ്, അടിപൊളിയാണ് കാണാനായിട്ട്. ഭയങ്കര ഷേലാണ് ചൈന കാറുകൾ കാണാൻ. നല്ല ഭയങ്കര ഫിനിഷിങ് ഇതിന്റെ ബോഡിക്ക്, ഭയങ്കര റൗണ്ട് ചെയ്ത് കേവ് ചെയ്ത് അടിപൊളിയായിട്ട് ഇമാരെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ. കമ്പ്യൂട്ടറുകളിലെ മോള അത് ഇവിടെ പല സ്ഥലങ്ങളിലോട്ട് അകലൊക്കെ കുറെ കാണേണ്ടത്. അതൊക്കെ ഇവിടെ ഒരുപാട് കൃഷിയുണ്ട്. ഇവിടെ മിക്ക വീടുകളിലും ഷെഡ് അതും ഇതൊക്കെ കെട്ടാൻ വേണ്ടി ഇവര് ഇതിന്റെ കീറി പീസുകളെ യൂസ് ചെയ്യണം ഈ ഗ്രാമത്തിലൊക്കെ കേട്ടോ. നിങ്ങൾ പല വീടുകൾ ശ്രദ്ധിച്ചറിയാം, അതിന്റെ കുറെ ഏരിയയിൽ ഫ്രണ്ടിൽ ചാർത്തി എടുത്തേക്കണത് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കുറെ ഇവർ ഇതും കൊണ്ടാണ് ചെയ്യണം. ഈ വേലി കെട്ടിയേക്കണത് മോളയും കൊണ്ട് ഒരുപാട് വർക്കുകൾ ഇവരിവിടെ ചെയ്തിട്ടുണ്ട് ഇവരുടെ വീട്ടിൽ കൂടെ. നല്ല രസമായിട്ട് ഇങ്ങനെ ഇവരുടെ നാടൻ കാഴ്ചകളും. ഇവിടുത്തെ സ്കൂളും കണ്ടതാണ്. അങ്ങനെ കുറെ ഇതൊക്കെ വീടുകൾ ഇവിടുത്തെ നല്ല ഇതാണ് ഫുള്ളി വഴി ഫുള്ള് ഇങ്ങനത്തെ കാഴ്ചകളാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ ഇത്ര നേരം കാട്ടിയൊക്കെ തന്നോണ്ടിരുന്നില്ലേ, ആ ടൈപ്പ് കാഴ്ചകൾ മാത്രമാണ് ഇപ്പൊ നിലവിൽ ഇതിൽ കൂടെ നടന്നുകൊണ്ടിരിക്കണേ. നമ്മുടെ നേപ്പാളിലൊരു ടിപ്പിക്കൽ ഗ്രാമം എങ്ങനെ ഇരിക്കും, അവരുടെ ജീവിതം എങ്ങനെ, അവരുടെ വീട് എങ്ങനെയാണ്, അവരുടെ സ്ഥലങ്ങൾ എങ്ങനെ, അവരുടെ പറമ്പ് എങ്ങനെ, അവരുടെ കൃഷികൾ എന്താണ്, ഇത് വാഴ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ കാഠ്മണ്ഡുവിലേക്ക് പോകാനുള്ള കുറേ തുരുതുരാന്ന് കിടക്കുന്ന ചുരങ്ങൾ കയറാൻ തുടങ്ങുകയാണ്. ഈ മല ഫുള്ള് കയറി തീർക്കാന്നുള്ളതാണെന്നാണ് കണ്ടിട്ട്. ഇവിടെ കംപ്ലീറ്റ് ഈ ടൈപ്പ് വണ്ടിയാട്ടോ ബസ്സായിട്ട് യൂസ് ചെയ്യണത്. ഇതുണ്ട്, ഇതാണ് ഇവിടുത്തെ ബസ് എന്ന് തോന്നുന്നു. അതായത് ഇപ്പൊ കണ്ടത് നമ്മുടെ ഇവിടെയുള്ള ബസ് സ്റ്റാൻഡ് പോലത്തെ ഒക്കെ സ്ഥലമാണ്. അങ്ങനത്തെ വണ്ടികളാണ് ഇവിടെ കൂടുതൽ പബ്ലിക് ട്രാൻസ്പോർട്ട്. ഇപ്പോഴാണ് ഇച്ചിരി ഹൈറ്റിലേക്ക് കയറുന്ന ഒരു ഫീൽ വന്നിട്ട്. ഇത്രയേറെ ഒരു ഭയങ്കര ഹൈറ്റ് ഫീൽ വന്നില്ലായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് ഇച്ചിരി ഹൈറ്റ് തുടങ്ങിയത് കാഠ്മണ്ഡുവിലേക്കുള്ള. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാ ഓരോ സൈഡും. ഇത് കണ്ടോ, അപൂർവമൊക്കെ ആയിട്ടാ കുപ്പികളോ എന്തെങ്കിലുമൊക്കെ കാണുന്നുള്ളൂ. അത് ടോട്ടലി നല്ല ക്ലീൻ. എൻ്റെ അള്ളാ, എന്താ കെട്ടിന്റെ മുകളിൽ കയറി നോക്കാം. എൻ്റെ അള്ളാ, ഭയങ്കര താഴ്ച കേട്ടോ. നമ്മുടെ അവിടെയുള്ള ഹൈ റേഞ്ചിലൊന്നും കയറി കഴിഞ്ഞാൽ ഇത്ര ഹൈറ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. ഇത് 3x ഇട്ടേക്കണതാ, ഇത്രയും സൂം ചെയ്തിട്ട് ഇത്ര എത്തണുള്ളൂ. ഭയങ്കര ഹൈറ്റിലാണ് ഗൈസ് നമ്മൾ നിൽക്കുന്നത്. ഇത് ഈ ടാക്സി ഇവിടെ ടൊയോട്ടയുടെ ടാക്സിയിൽ നമ്മൾ ഈ മലേഷ്യയിലൊക്കെ മലേഷ്യ കാട്ടുന്ന സിനിമകളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ടാക്സികൾ ഒരുപാടുണ്ട് ഇവിടെ.
ഗൈസ് നമ്മൾ വന്ന് ഈ വ്യൂ കണ്ടുകൊണ്ട് ഇച്ചിരി മാഗി ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ നിർത്തിക്കണം ഗൈസ്. ചെറിയ കുക്കിംഗ് ഒക്കെ ആയിട്ട് നമ്മുടെ മറ്റേ സാധനം ഷെഫ് നമ്മുടെ ഒരു ഷെഫ് ഉണ്ടായിരുന്നു, പക്ഷെ ഷെഫ് വന്നില്ല നമ്മുടെ ഒപ്പം ടൂറിന്. അതുകൊണ്ട് ഷെഫിന്റെ പേര് പറഞ്ഞേ? ഇപ്പൊ ഞാനല്ല എനിക്ക് ഇളക്കലേ മാത്രമേ ഉള്ളൂ. ഇളക്കല അതെനിക്കറിയാം, നിനക്ക് ഇളക്കലേ മാത്രമേ ഉള്ളൂ. അജ്മൽ, ഞങ്ങക്ക് അജ്മൽ എന്നും പറഞ്ഞൊരു ഷെഫ് ഉണ്ടായിരുന്നു അല്ലേ? വേറെ ഷെഫ് വീഡിയോകളുണ്ട് ഗൈസ്. ഖത്തറിലാണ് ഇപ്പൊ നിലവിൽ ഷെഫിന്റെ പണി. മൂവാറ്റുപുഴ ഒരു കാലത്ത് ഒരു 8 വർഷം മുമ്പ് കേരള മാഹിൻ എന്ന് പറയുമ്പോ തന്നെ ആളുകളൊക്കെ ഞെട്ടിക്കൊണ്ടിരുന്ന ആളായിരുന്നു ഇത്. ഈ പേര് ഞാൻ ഇനി റീച്ച് ആക്കി തരും. കൈവള്ളിയോ? കൈവള്ളി 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 കാണിച്ച് തുപ്പലം വെക്ക. അതാ തണുപ്പിൽ വെക്കാം, തണുപ്പിൽ വെക്കാം. സെറ്റായോ? എന്തോ? സോ ഇത് നമ്മുടെ അനദർ ഷെഫാണ്. Put some coconut oil. കടുകറടാ. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? മസാല കൂത്താണോ? ഇതങ്ങ് തീർത്തിട്ട് ബാക്കി ഡ്രൈവ് തുടങ്ങാൻ നിർത്താം. ഓക്കെ. ഇതിൽ നിറച്ച് കണ്ണാടിയാണ് ഗൈസ്. എന്താ സംഭവം? എന്തോ ആചാരാന്ന് തോന്നുന്നു. തൊട്ടടുത്ത് ഒരു അമ്പലം എന്താണ്ടുണ്ടായിരുന്നു. ഒരുപാട് കണ്ണാടി. ഇത് കണ്ട നിറച്ച് വ്യൂകൾ എന്ന് വെച്ചിട്ടുണ്ടല്ലോ ഗൈസ്. എന്റെ പൊന്നോ, എന്റെ ശീലാണ്. ഒരു രക്ഷയില്ലാത്ത ലാൻഡ്സ്കേപ്പാ. ഫോൺ എടുത്തു വെക്കാൻ തോന്നുന്നില്ല. ഗൈസ് അനദർ വ്യൂ. മുകളിലെ റോഡായിരുന്നു നമ്മൾ വന്നോണ്ടിരുന്നത്. ആ റോഡ് ലാൻഡ് സ്ലൈഡ് ചെയ്ത് കിടക്കുവാണ് എവിടെ കണ്ടെന്ന് പറഞ്ഞു. ആ മുകളിലെ റോഡിൽ എന്തോ സീനാണ്. അവിടെ എന്തോ മുകളിൽ നിന്ന് എന്തോ ചാടി കിടക്കുവാന്നാണ്. അപ്പൊ വേറൊരു ഗട്ടർ വഴിയാണ് ഗൈസ് നമ്മളെ കയറ്റിട്ടാണ്. ഇവിടെ അടിപൊളി പാലൊക്കെ കേട്ടോ. ഇനി ഈ റോഡാണ് നമ്മൾ പോകേണ്ടത്. കുറച്ച് ഇനി ഈ റോഡാണ് പോകേണ്ടത്. റോഡില്ല, റോഡ് ഫുൾ പോയി ഗൈസ്. പൊളിച്ചിട്ടൊക്കെയാണ് കൊറേ എഴുതാന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ റോഡ് മൊത്തം സീനാണ് ഗൈസ്. ഫുള്ള് പൊടിയും. ഇതവനൊന്നും വിഷയല്ല ഗൈസ്. ഇതവനൊക്കെ ചുമ്മാ പറക്കും. അത് പൾസറും കൊണ്ട് പറക്കും അവൻ. ഇതാണ് ഇവിടുത്തെ ഹാല് ഗൈസ്. ഇതുണ്ടോ? ഇതിങ്ങനെയാണ് ഇവിടെ ഫുൾ റോഡ്. ഇതേ ഏരിയ ഇവിടെ നമ്മൾ ശരിക്കും പോകേണ്ടത്. അവിടെ ഫുള്ള് പൊളിഞ്ഞു വെക്കാം. കട വരെയിട്ട് ഗൈസ്. ഇവിടെ 2-3 ദിവസമായി തോടും ഈ പരിപാടി. ഇവിടെ ഹൈലൈറ്റ്സ് ഒക്കെ പോകാനായിട്ട് കൊതിയാവണം. അവനൊന്നും യാതൊരു വിഷയല്ലേ. ആൾട്ടോക്കൊന്നും ഒരു വിഷയമില്ല ഗൈസ്. നമ്മളാണ് ഇവിടെ അധികം പോകാത്തോണ്ട് നമ്മൾ പതുക്കെ വണ്ടി പോകണം. ഇമാർക്കൊന്നും ഷോക്ക് വലിയ ആവശ്യമില്ലാത്തതാണ്. കുഴപ്പമൊന്നുമില്ല. ബലീനോയോ ഹോണ്ട സിറ്റി ഒന്നും ആയിട്ട് വരായിരുന്നായി. ബാക്കി ഒരുമാതിരിപ്പെട്ടൊക്കെ പൊക്കോളുന്നതാണ്. ഈ ലെഫ്റ്റ് സൈഡ് കാരണം ഏതോ ഒരു കാലത്ത് റോഡായിരുന്നാണ്. അത് ഫുള്ള് സ്ലൈഡ് ചെയ്ത് ഫുള്ള് നിലത്തോട്ടി അടി നശിച്ചത് ഈ റോഡായിരിക്കണം ഇപ്പം. അതുകൊണ്ട് നമ്മൾ ഇത്ര നല്ല റോട്ടിൽ പോണു ഗൈസ്. പൊങ്ങിച്ചാടി ഇതിന് ശരിയാക്കിക്കൊണ്ടിരിക്കണമെന്നുണ്ട്. ഒരു സൈഡിൽ നിന്നൊക്കെ കെട്ടണ്ടായിരുന്നു അവിടെ. എന്ന് ശരിയാവുന്ന അവളാക്കറിയാം. ഓ ഭയങ്കര കുടുക്കാണ് ഗൈസ് വണ്ടി. പക്ഷെ അതൊരു രസമുണ്ട് കേട്ടോ. സ്പീഡിൽ പോകാൻ പറ്റില്ല. എത്ര കിലോമീറ്റർ? 10 കിലോമീറ്റർ സ്പീഡിലാണ് കൊണ്ടിരിക്കണേ ഗൈസ്. ആ കാണുന്ന റോഡ് ഉണ്ടോ? ആ റോഡാണ് ഇവിടെ ഇപ്പൊ ഇടിഞ്ഞു പോയത്. ഇങ്ങനെയാണ് ഈ ഏരിയ ഫുള്ള് ഇതുപോലെ ആയി മാറിയത്. നിലവിലൊരു 40 കിലോമീറ്റർ 35 കിലോമീറ്ററോളം നമ്മളിങ്ങനെ ഓടി. ഇനി ബാക്കിയും ഒരു 10 കിലോമീറ്ററോടെ ഏകദേശം ഉണ്ടെന്ന് ഓടി. ഈ ടൈപ്പ് വെള്ളവും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇനി ഈ ഓടാൻ ബാക്കി. നമ്മളിവിടെ ചായ അടിക്കാൻ കരുതിയ വണ്ടി ഫുള്ള് ചെളിയായി ഗൈസ്. വണ്ടി ഫുള്ള് മുഷിഞ്ഞു. ഇതെന്തോ ഉണക്കിറച്ചിയാന്ന് തോന്നുന്നു ഈ കടയിൽ തൂക്കിട്ട്. ഇതാണ് ഗൈസ് ചായ അടിക്കുന്ന സ്ഥലത്തിലെ വ്യൂ. അവിടെ ഒരു ഹെലികോപ്റ്റർ. ചായ വിത്ത് മൗണ്ടൻ വ്യൂ. ഗൈസ് ഇതാണ് നേപ്പാളിലെ ബ്ലോക്ക്. ഇത്രയേരം റോഡ് കൊള്ളാന്നായിരുന്നു. റോഡ് നന്നായപ്പോ ഫുൾ ബ്ലോക്കായി ഗൈസ്. 27 കിലോമീറ്റർ 1 മണിക്കൂർ ഓടാൻ. നല്ല റോഡാണെങ്കിൽ പോലും വീതി എന്ന് പറയുന്ന സാധനമില്ല റോഡിന്. ഇവിടെ 6:45 മണിയായി. ഇപ്പോഴും ചെറിയൊരു ലൈറ്റ് ഉണ്ട്. പക്ഷേ ഷെയ്ഡ്സ് ആണെന്ന് തോന്നുന്നു. സണ്ണൊക്കെ അസ്തമിച്ചു. പക്ഷേ ചെറിയ ഷെയ്ഡ്സിൽ ചെറിയൊരു വെട്ടമൊക്കെ ഉണ്ട്. ചെളിക്കളമാണ് ഗൈസ്.
കൊറോള ഇതാണ് ഇവിടുത്തെ അവസ്ഥകൾ ഗൈസ്. ഭയങ്കര ഒടുക്കത്തെ ചെളിയാണ് ഗൈസ്. ഇതൊക്കെ നോക്കും, ഭയങ്കര ചെളി, ഫുൾ ചെളി മയം. ഇത് ഒരു മെയിൻ ടൗണിലെ മെയിൻ റോഡാട്ടോ ഇത്. ഈ വഴിക്കൂടെ ആണെങ്കിൽ നമുക്ക് കുറച്ച് പോകാൻ, വെറുതെ അല്ല 25 കിലോമീറ്റർ ഓടാൻ കാണിച്ചേക്കണത് 1 മണിക്കൂറാണ്. ഇതൊക്കെ കാണുമ്പോ കേരളത്തിലെ സൂപ്പർ റോഡാട്ടോ. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി. വെറുതെ കുറച്ച് നേരം നിർത്തി കിട്ടും. സിഗ്നൽ ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പൊ സിഗ്നൽ മാറി. എന്താ പറയുക, അവിടെ സീബ്ര ക്രോസിംഗ് ഉണ്ട്. അവിടെ ആളുകൾക്ക് നടക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ക്രോസിങ്. അതായത് അതിന് ക്രോസിങ് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോർമൽ വേസ് ഉണ്ട് 2 4 പാതയാ. അതിന്റെ നടുക്ക് പെഡസ്ട്രിയൻസിന് വേണ്ടി മാത്രമായിട്ടൊരു സിഗ്നൽ. ശരിക്കും ആരും അവിടെ കൂടെ നടക്കല്ല, പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല. എല്ലാവരും റൂള് പാലിക്കുകയും ചെയ്യണ്ട കേട്ടോ. അത് അത്യാവശ്യം വലിയ പട്ടണം കേട്ടോ. കാഠ്മണ്ഡു ഭയങ്കര വലിയ പട്ടണ. ഇഷ്ടംപോലെ കടകളും ഷോപ്പുകളും കുറേ കിലോമീറ്റേഴ്സ് ആയി. ഇപ്പൊ ഒരു 5-6 കിലോമീറ്ററോളം ഇപ്പൊ ഈ നമ്മളിപ്പോ കവർ ചെയ്തിട്ടുണ്ട്. എന്താ പറയണേ, ഈ ടൗണിൽ കൂടെ തന്നെ. ഇനി ഒരുപാടുണ്ട്. നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ഒരു മാർക്കറ്റിന്റെ അകത്തേക്കാണ് നമ്മൾ എത്തിയേക്കണേ. അടിപൊളിയാണ് ഇത്. ഇവിടെ ഫുള്ള് യൂറോപ്യൻസും ഫുള്ള് പുറത്താളുകൾ, സായിപ്പന്മാരും മദാമകളൊക്കെയാണ് കൂടുതൽ. പിന്നെ ഒരു ജപ്പാൻ ചൈനീസ് ലുക്കുള്ള നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് അടിപൊളി. നമ്മൾ ശരിക്കും ജപ്പാനിലെ ചൈനയിലൊക്കെ ഒരു സ്ട്രീറ്റിൽ കൂടെ നടക്കണ ഫീല് അതുപോലെ തന്നെ. പുറത്തുനിന്നുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ തന്നെ ഏരിയ ഇതൊക്കെ പുറത്തുനിന്നുള്ള ആളുകളാണ്. നല്ല രസമുണ്ട്, അടിപൊളി. നമ്മളൊരു പുറത്തെ ഒരു സ്ഥലത്ത് പോയൊരു ഫീല്. അടിപൊളി. നമ്മൾ ഇത്രയേറെ സഞ്ചരിച്ചതൊക്കെ പുറത്തുള്ളവരധികം കണ്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ ഫുള്ള് നല്ല രീതിയിൽ പുറങ്ങാറുണ്ട്. അതുപോലെ വണ്ടി ഇട്ടിട്ട് ഇറങ്ങാൻ തോന്നുന്നുണ്ട്. ആക്ച്വലി ഈ ലൈറ്റപ്പ് ഒക്കെ ചെയ്തേക്കണുണ്ട്. പക്ഷെ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല, ഇവിടെ നല്ല ബ്ലോക്ക് ആകും ഇട്ട് കഴിഞ്ഞാൽ. വണ്ടി പാർക്ക് ചെയ്യണത് അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. ഇവര് റിക്ഷാവാല ഇവന് ഇവിടെ നേപ്പാളിക്കാരൻ ഇവനെ കിട്ടി. ഇവിടുന്ന് ഇവനൊരു റൂമൊക്കെ ഒപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കുറേ കറക്കി ലാസ്റ്റ് ഒരു കുഴപ്പമില്ലാത്ത റൂം കിട്ടി. 1800 നേപ്പാളിക്ക്. അതായത് നമ്മുടെ 1125 വരും ഒരു ദിവസത്തേക്ക്. ഗൈസ് അങ്ങനെ ആ പയ്യൻ പറഞ്ഞില്ലേ, ആ റൂം ഞങ്ങൾ എടുത്തു. റൂം എടുത്തിട്ട് ജസ്റ്റ് ഇപ്പം 10 മണിയാറായി, 9:50. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇതിൽ കൂടെ സ്ട്രീറ്റ് ചെയ്ത് ഒന്ന് വാക്ക് ചെയ്ത് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ എന്തെങ്കിലും പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഫുഡ് കഴിച്ചിട്ട് കയറി കിടക്കാമെന്ന് ഓർത്താ. ഇന്നിപ്പോൾ അത്യാവശ്യം ലേറ്റായി. ഷോപ്പൊക്കെ അടച്ചു, ഓൾമോസ്റ്റ് എല്ലാം തന്നെ അടച്ചു ഇത്രയും ലേറ്റ് ആയതുകൊണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കിടക്കാമെന്ന് ഓർത്താണ്. ഗൈസ് അങ്ങനെ ഞങ്ങൾ കബാബൊക്കെ പറഞ്ഞ് ഒരു ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഒരു വെള്ളവും അതുപോലെ ബീൻസാന്ന് തോന്നുന്നു കണ്ടിട്ട് ഈ സാധനം തിന്നുണ്ട്. ഈ സാധനം വെച്ച് ഇത് കഴിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ ഗൈസ്. കിട്ടൂല, ഇത് രീതി ട്രൈ ചെയ്ത് കഴിക്കണേന്. അതെ അങ്ങനെ വേറെ സ്റ്റേഡിയായിട്ട് കിട്ടി. ഇത് എന്നതാ, ഇത് വേവിച്ചിട്ടില്ല, ഇത് പച്ചയാ. ഇത് വേവിച്ചിട്ടില്ല ഗൈസ്. ഞങ്ങള് അത്യാവശ്യം ക്വാണ്ടിറ്റി ആവുന്ന ഓർത്ത് പറഞ്ഞാ ഇത് ഇച്ചിരി ഉള്ളു സാധനം. അപ്പൊ അടുത്ത ഇതിലൂടെ ഓർഡർ ചെയ്യാൻ പോവാ. കവറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കൈ ഇട്ട് കഴിക്കാൻ. ഇത് എന്തിനാന്ന് ഉള്ളാക്കറിയാം. എന്തായാലും കഴിക്കാം ഗൈസ്. നൈഫ്, ഫോർക്ക്, ശരിയല്ലേ. ഇവിടെ തിന്നാൻ കുറച്ച് സാധനമുള്ളൂ. അത് കൂട്, കത്തി, ഫോർക്ക്, ചോപ്സ്റ്റിക്ക്, അങ്ങനെ സാധനമുണ്ട്. അന്ന് ഇതുകൊണ്ട് തിന്നാൻ പറ്റും, അതുമില്ല. രാന്തെടുത്തിട്ട് ഞങ്ങൾ കൈകൊണ്ടിരുന്നുണ്ടായത് വിറ്റാട്ടോ ഇവിടെ. ഗൈസ് ഈ കടന്നാണ് ഞങ്ങൾ കഴിച്ചത്, ഫുഡ് കഴിച്ചത്. 1900 ഫുഡ് ഞങ്ങൾ 4 പേർക്ക് കഴിച്ചത്. 1900 ഫുഡ്. അതായത് നമ്മുടെ 1160 രൂപയുടെ കണ്ടിട്ട് കഴിച്ചത്. ഒരു പ്രാവശ്യം കുറച്ച് സാധനം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച ക്വാണ്ടിറ്റി ഇല്ല പറയണേനൊന്നും. അതിന് വീണ്ടും പറഞ്ഞു. അത് കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് വിശപ്പ് പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് 2 പ്രാവശ്യത്തിൽ കൂടുതൽ എങ്ങനെ ഒരാളുടെ അടുത്ത് ഓർഡർ ഒക്കെ എടുത്ത് പ്രാന്ത് പിടിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഈ മാതിരി കാശ് എന്നുവെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കണ കാശൊക്കെ ചോദിച്ചില്ല, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റി ഇല്ല സാധനങ്ങൾക്ക്.
ചെറിയ പീസും കുറച്ച് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. എന്നിട്ട് ലാസ്റ്റ് ഭ്രാന്ത് ഞങ്ങള് ഇറങ്ങി പുറത്തുനിന്ന് കുറച്ച് ഏത്തപ്പഴം മേടിച്ചു. അടർത്തി എടുത്ത് കഴിയുമ്പോ അതിനകത്ത് ഒരു ചെറിയൊരു ചീന്തൽ കിട്ടും. അതാണ് അതിനകത്ത് കുത്തിവെച്ചിട്ട് സംസാരിക്കുന്നത്. അത് ഇവര് പ്രത്യേകം ഇത്ര വളരാവുള്ളൂ എന്ന് പറഞ്ഞ് പ്രത്യേകം വല്ല ചിക്കൻ ഉണ്ടാക്കണാണെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും കലക്കി. സോ ഇന്നിപ്പോ ഞങ്ങള് നേരെ കയറി കിടന്ന് ഉറങ്ങാൻ പോവാം. ഇന്ന് ഫുള്ള് യാത്ര ചെയ്ത് ടയർഡായിട്ട് വന്നേ. ബാക്കി വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.